ഇതിനു മുമ്പ് ഞാൻ മലയാറ്റൂർ മലയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും ഇവന്മാർ മല കയറിയോ എന്നുള്ളത്. ശരിക്കും ഇവന്മാർ മല കയറി കേട്ടോ. പക്ഷേ പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഇങ്ങനെ കുറേ റെസ്റ്റ് എടുത്ത് പയ്യെ പയ്യെ ഞങ്ങൾ കയറി വന്നത് കേട്ടോ. ഞങ്ങളുടെ കൂടെ കയറിയവരൊക്കെ ഞങ്ങൾ 6ാം സ്ഥലം എത്തിയപ്പോഴത്തേക്ക് തിരിച്ച് മല ഇറങ്ങുന്നത് കണ്ടായിരുന്നു. അത്രയ്ക്ക് സ്ലോ ആയിട്ടോ കേട്ടോ. അപ്പം മുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇത് കാണാൻ പറ്റുന്ന ഒരു പള്ളി, അതായത് ഈ ആന കുത്തിയ പള്ളി, പിന്നെ തോമസ് ലീഹയുടെ വടിയിൽ കൊണ്ട് മലക്കടിച്ചപ്പോൾ വന്ന ആ ഒരു നീരുറവ, പിന്നെ പഴയ മലയാറ്റൂർ പള്ളി, അതേപോലെ നമ്മുടെ പൊന്നും കുരിശ്, പിന്നെ ഇവിടുന്ന് വേറെ കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ തോമസ് ലീഹയുടെ പാദം പതിഞ്ഞ പാറ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ രാത്രി മല കയറി വെളുപ്പിന് അവിടെ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം 5 മണിക്കൊരു പൂജയും കണ്ട് നമുക്ക് അവിടുത്തെ ഫുൾ വ്യൂ, മൗണ്ടൻ വ്യൂ ഒക്കെ കണ്ടുവരാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തോമസ് ലീഹയുടെ പാദം പതിഞ്ഞ പാറ, അത് കണ്ട് ആ പൊന്നും കുരിശ് കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് കേട്ടോ. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ നമുക്കൊരു കാൽപാദം കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ നല്ല എളുപ്പമാണ്. കാര്യം ഇഷ്ടംപോലെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് 13ാം സ്ഥലം, ഇവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് 13ാം സ്ഥലത്തേക്കാണ്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ പറഞ്ഞ പോലെ അടിപൊളിയാട്ടോ. പ്രത്യേകിച്ച് രാവിലെ വന്നിട്ടൊക്കെ കാണാനാണെങ്കിൽ. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ ഓരോ സ്ഥലങ്ങൾ, ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ, അത് 13ാം സ്ഥലം അങ്ങനെയൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അത് ജസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ മല കയറാൻ അത്യാവശ്യം നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അടിവാരത്ത് നിന്ന് 1ാം സ്ഥലം എത്തുന്നത് വരെ നല്ല ടാസ്ക്കാണ്. അത്യാവശ്യം ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പകുതി വഴിക്ക് നമുക്ക് നിർത്താം, ഇനി നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. 1ാം സ്ഥലം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി വഴി കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാം. 1ാം സ്ഥലവും 2ാം സ്ഥലവും അടുത്തടുത്താണ്. പിന്നെ കുറച്ച് നടന്നു കഴിയുമ്പോൾ 3ാം സ്ഥലം എത്തും. 3ാം സ്ഥലത്ത് നിന്ന് കുത്തനെയാണ് 4ാം സ്ഥലത്ത് വരുന്നത്. അപ്പം 4ാം സ്ഥലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഡിസ്റ്റൻസിൽ 4, 5, 6, 7 ഒക്കെ എത്തും. 7 കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ചെറിയൊരു കുത്തനെയുള്ളൊരു കയറ്റമുണ്ട്. അത് കഴിഞ്ഞുള്ളതെല്ലാം അടുത്തടുത്താണ്. പിന്നെ ഒരു 9ാം സ്ഥലം തൊട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അടുത്തടുത്താണ്. 13ാം സ്ഥലം എത്തിയിട്ട് 14ാം സ്ഥലം വരെ സ്റ്റെപ്പുണ്ട്. അപ്പം അതും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തെടുത്ത് പോവുകയാണെങ്കിൽ വലിയ സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഓടിക്കയറി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ പയ്യെ പോയാൽ മതി. അപ്പം നമുക്ക് നല്ല ഭക്തിയോടെ പ്രാർത്ഥിച്ച് കയറുകയും ചെയ്യാം. ഫുൾ സ്ഥലം കാണാം. ഈ ഞാൻ പറഞ്ഞ പോലെ രാത്രിയാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ വലിയ ക്ഷീണമില്ല, വെയിലും ഒന്നുമില്ല, നല്ലപോലെ പ്രാർത്ഥിച്ച് നമുക്ക് കയറുകയും ചെയ്യാം. വെളുപ്പിനത് പൂജയും കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് നല്ല എനർജറ്റിക്കായിട്ട് ഇറങ്ങുകയും ചെയ്യാം. നല്ല രസമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ.